Hey guys, Assalamualaikum. Welcome back to my channel. Yes, we are in Thailand and it's our second day, right? Second day. Our second day. 2 days നമ്മൾ തായ്ലാൻഡിൽ അടിച്ചു പൊളിച്ചു. നമ്മൾ ഇന്നലെയാണ് എത്തിയത്. ഇന്നലെ വന്ന ഡേ തന്നെ അടിച്ചു പൊളിച്ച് ഇന്നലത്തെ വിശേഷമൊക്കെ ഇന്നലത്തെ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഐ ഡോണ്ട് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? എബ്രൂണ് വയ്യായിരുന്നു. ഹി വാസ് ഹാവിങ് കഫ് ബിക്കോസ് വെതർ ഒക്കെ ചേഞ്ച് ആയല്ലേ. സോ ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ നേസൽ ഡ്രോപ്സ് പിന്നെ അവനെ നെബിലൈസ് ചെയ്യുന്ന മെഷീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മെഡിസിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ബിക്കോസ് ഐ തോട്ട് അങ്ങനെ കോൾഡൊക്കെ വരൂലായിരിക്കും. മെഡിസിൻസും ഞാൻ അധികം കൊടുക്കാറില്ല അവന്. ഡ്രോപ്സ് ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അവന് ചുമക്കണം കണ്ടിട്ട് ബേബി വാസ് ലൈക്ക് നമുക്കൊന്ന് ക്ലിനിക്ക് പോയി വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്ലിനിക്ക് പോയി. ആ വ്ളോഗ് ബേബി എടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ബേബിയുടെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ. അപ്പോൾ അവിടേക്ക് പോയി വന്ന് കുറച്ച് ലേറ്റായി ആക്ച്വലി അല്ലേ, ഒരു ഉച്ചയൊക്കെ ആയി. സോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ആക്കി കഴിച്ചു കഴിഞ്ഞ് ബിരിയാണിയാണ് കഴിച്ചത്. അതൊക്കെ ബേബി വ്ളോഗ് എടുത്തിട്ടുണ്ട്. ബിരിയാണി കഴിച്ചു. വി സ്ലെപ്റ്റ് അല്ലേ, കുറച്ച് ടൈം ഉറങ്ങി എണീച്ച് ഈവനിങ് ബേബിക്ക് കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു 6 ആയി ഇന്നല്ലേ. ഇന്ന് 6 വരെ നമ്മളൊന്നും ചെയ്തിട്ടില്ല ആക്ച്വലി. 6, 7 ആയി. എത്തിയപ്പല്ല, അങ്ങോട്ട് അവിടെ എത്തിയപ്പ നമ്മൾ പോയ പ്ലേസ് അല്ല, ഇവിടെ ഒരു 6 ഒക്കെ ആയി. എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ബുക്ക് ചെയ്തു? കാർ ബുക്ക് ചെയ്തിട്ട് ഇന്ന് നമ്മൾ എങ്ങോട്ടാ പോയി? ചട്ടുചക് മാർക്കറ്റ്. അതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ. ചട്ടുചക്കാണോ എന്ന് അറിഞ്ഞൂടാ. ബട്ട് ഇറ്റ്സ് വൺ ഓഫ് ദ ഫേമസ് മാർക്കറ്റ് ആണ്. എന്ത് സോറോട് സൈബിന്റെ അടുത്ത് എന്തോ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ അടുത്ത് അല്ല ചട്ടുചക്കല്ല വേറെ എന്തോന്ന് വിചാരിച്ചു. അപ്പൊ ഒക്കെ ഷാഡോ ഒക്കെ വന്നിട്ട് അപ്പൊ നമ്മൾ ചട്ടുചക് മാർക്കറ്റ് പോയി ആൻഡ് വി ലവ്ഡ് ഇറ്റ് അല്ലേ. വെരി നൈസ്, അടിപൊളിയായിരുന്നു. ആൻഡ് ഷെയർ യുവർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു. എന്നിട്ട് നമുക്ക് മേടിച്ച ഐറ്റംസ് ഒക്കെ കാണിക്കാം. അടിപൊളി, നല്ല ക്യൂട്ട് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് പഠിച്ച് കുറച്ച് പിശിക്കുക തികയോട് ഇത്ര ദിവസം ഉള്ള പൈസ തികയുന്നു. പക്ഷെ ഇമാജിൻ നമ്മളടുത്തുള്ളത് ഈ 13 days ഇനി നിക്കുന്ന വിചാരിക്കണ്ട. നമ്മള് ആ ടൈപ്പ് ആൾക്കാരല്ല. നമ്മൾ മിക്കവാറും നാളെ തന്നെ തീരും. ഇപ്പൊ തന്നെ എന്റെ ഒരു 40% തീർന്നിട്ടുണ്ടോ? 2000 തീർന്നുണ്ടാവും. എന്റെ മേബി ലെറ്റ്സ് സീ. പിന്നെ 2000 സംതിങ് തീർന്നുണ്ടോ എന്റെ. ആസ് യു ഓൾ നോ, ബേബി നമുക്കൊരു ബഡ്ജറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോപ്പ് ചെയ്യണം. അതാണ് ഒരു ചാലഞ്ച്. ഇങ്ങനെ തീർന്നാൽ നമ്മൾ ചിലപ്പോൾ തെണ്ടേണ്ടി വരും. നമ്മൾ അതിനും മടിക്കൂല അല്ലേ. നമ്മൾ തെണ്ടിയിരിക്കും ബേബിൻ്റെ അടുത്ത്. ബിക്കോസ് നമുക്ക് വി ലവ് ഷോപ്പിംഗ്. നമ്മൾ പുറത്ത് പോകണത് തന്നെ ഷോപ്പ് ചെയ്യാനാണ് കഴിച്ചത്. അത് മാർക്കറ്റ് ആവട്ടെ മോൾ ആവട്ടെ ഒന്നും നമ്മൾ നോക്കില്ല. പിന്നെ പുറത്ത് വരുമ്പോൾ ബിറ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മൾ അങ്ങനെ മേടിക്കാറില്ല അല്ലേ. ഇവിടെ റീസണബിൾ ആയിട്ടാണ് നോക്കണേ. യെസ്. അപ്പോ നമ്മൾ ഇന്ന് ചട്ടുചക് പോയിട്ട് നമ്മൾ വിചാരിച്ച് നമ്മൾ കുറേ മേടിച്ചു എന്നാണ്. അത്രയധികം നമ്മൾ നടന്നു. നമ്മളാണ് അവിടെ ക്ലോസ് ചെയ്യിപ്പിച്ച് വന്നത്. 12 മിഡ്നൈറ്റ് 12 അവിടെ ക്ലോസ്. അതെല്ലാം ക്ലോസ് ചെയ്ത് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോൾ 1:30 ആയി. അപ്പോൾ നമ്മളാണ് ക്ലോസ് ചെയ്ത് വന്നത്. 12 o'clock അവിടെയാണ് സോനു ബേബിക്ക് ആനിവേഴ്സറി വിഷും ചെയ്തത്. അപ്പോൾ അത് ബേബിയുടെ വ്ളോഗിലുണ്ട്. സോ ഇപ്പം നമ്മൾ ഈ വ്ളോഗ് എടുക്കാനുള്ള റീസൺ എന്താണെന്ന് പറഞ്ഞാൽ വി ജസ്റ്റ് വാണ്ട് ടു ഷോ യു നമ്മൾ എന്തൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന്. ഞാനാണ് കുറേ മേടിച്ചിട്ടുള്ള ഗൈസ്. ഞാൻ ഫാമിലി മൊത്തം മേടിച്ചു. ഒരു 2000 ബാത്തിൽ അധികം ഞാൻ സ്പെൻഡ് ആക്കിയിട്ടുണ്ട് അല്ലേ. ഐ ആം ദി വിന്നർ ഇതില്. അപ്പോൾ ആദ്യം സുനു കാണിക്കും. കാണിച്ചോ? സോനോട് ഇരിക്കണ്ട കേട്ടോ മൊബൈൽ. ആ ശരിയാ, സോനു വന്നാ പിന്നെ ഫുൾ കഥയായിരിക്കും. സോനു തോന്നല്ലേ വിഷമമില്ല. ഇത് പറ്റീനെ കാണിക്കട്ടെ. ഫസ്റ്റ് ചേർന്ന് തുടങ്ങാല്ലേ. ഒന്നും വെച്ചിട്ടില്ല. എന്നിട്ട് പറയും ഞാനൊന്നും വെച്ചില്ല. ഞാനത് ചന്നപ്പിന്നെ അതെടുത്തോ ഇതെടുത്തോ ഒന്നും മേടിച്ചു. ഓക്കെ, ഫസ്റ്റ് ഇങ്ങനെ ചെറിയ ആക്സസറീസ് ക്ലിപ്സ് അങ്ങനെയൊക്കെ കാണിച്ചു തരാം. ഫസ്റ്റ് ഒരു ഇത് നമ്മൾ വീട്ടിൽ തന്നെ പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മോഡൽ അങ്ങനത്തെ ഒരു ടൈപ്പ്
നമ്മൾ ലാസ്റ്റ് ടൈം വന്നപ്പോ തന്നെ ഇറ്റ് വാസ് ട്രെൻഡിങ് ആക്ച്വലി. ഇപ്പൊ എല്ലാരും കണ്ടപ്പോ പെട്ടെന്ന് ഇപ്പൊ എല്ലാരും മേടിക്കട്ടെ. അപ്പൊ വെച്ച് അതിന്റെ ചെറുത് നമ്മളതിന് മുടിയില്ല. പിന്നെ സ്റ്റൈൽ കുറച്ചെടുത്തിട്ട് ഇടാന്ന് വിചാരിച്ചു. റൈറ്റ്. ഓക്കെ. പിന്നെ അത് പിന്നെ റിങ്സ്, വീട്ടിൽ കുറച്ച് റിങ്സ് എല്ലാം എടുത്ത് കാണിക്കും. അതെല്ലാം സോനുനല്ല, സോനു അജിത്തൊക്കെ മേടിച്ചിട്ടുണ്ട്. രണ്ടെണ്ണം സോനുനല്ലേ, രണ്ടെണ്ണം അജിത്തൊക്കെ. ഇത് ഫസ്റ്റ് ഈ ഒരു റിങ് ഫ്ലവർ ആണോ? ഫ്ലവർ നല്ല രസമുണ്ടായിരുന്നു സോനുന്റെ കയ്യിൽ. അത് സോനുന. ഓക്കെ. ഇത് മച്ചേന് അത് സോനുന. അത് ബേബിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ സോനു മേടിച്ച്. രണ്ട് കൈ പോലെ സോനും ബേബി ഗൈസ്. നമ്മളില്ല ഗൈസ് ഇത്. ഇവിടെ ഞാൻ വിട്ടു ഗൈസ്. ഇവരെ നിങ്ങൾ പറയണല്ലോ അവരെ വിടാൻ. ഞാൻ വിട്ടു, ഞാനില്ല. പിന്നെ ഇതാ ജാൻറ്റിനല്ലേ. ഇത് സോനുന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആക്ച്വലി. പക്ഷെ സോനുന്റെ കൈക്ക് ഭയങ്കര ഹെവി ആയിരുന്നു. അത് സോനുന്റെ കുഞ്ഞ കൈയാണ്. ഇത് ഭയങ്കര വലിയ സാധനം സോനു വെച്ച പോലെ. സോ അത് മമ്മക്കും അജിത്തൊക്കെ സെയിം. നെക്സ്റ്റ് ഇത് അജിത്തൊക്കെ സൺ ടൈപ്പാ. ഇങ്ങനെ ഒരു റിംഗ്. So this two for Ajita and two for Machi. Guys, it's 3 AM right now. അല്ലേ? പക്ഷെ അങ്ങനെ ഓർക്കാൻ പറ്റില്ല. 3:07. എപ്പോഴും ഇപ്പോഴാണ് ഓർക്കിട്ട് വന്നത് ഞാൻ. സുനു ഫ്രഷ് ആയി വന്നപ്പോ നൈറ്റ് ഡ്രസ് ഒക്കെ ഇട്ട് ഞാൻ കുളിച്ചിട്ടില്ല. ഡു യു തിങ്ക് ഞാൻ കുളിച്ചിട്ടില്ല ഗൈസ്? ബട്ട് സ്റ്റിൽ ഐ ഡസന്റ് ലുക്ക് ലൈക്ക്. ഇത് വേറെ കാര്യം. നമ്മൾ മേക്കപ്പ് ഒക്കെ ഇടുമല്ലോ, അപ്പോൾ കാണൂലേ. എന്തായാലും ഞാൻ ഈ വീഡിയോ എടുത്ത് ഫ്രഷ് ആയിട്ടൊക്കെ എടുക്കുള്ളൂ. ബിക്കോസ് കുളിയില്ലാതെ നമുക്ക് എടുക്കൂല ഗൈസ്. അപ്പോൾ ഞാൻ ഈ കോസ്റ്റ്യൂമിൽ തന്നെ എടുത്തിട്ട് ഉറങ്ങാമെന്ന് വിചാരിച്ചു. ഈ ലൈറ്റ് ഭയങ്കര ഹെൽപ്ഫുൾ ആട്ടോ സോനു. നമുക്ക് അടിപൊളിയുണ്ട്. ഇല്ല ഡിം ലൈറ്റിൽ എടുക്കേണ്ടി വന്നേനെ. ഓക്കെ. നെക്സ്റ്റ് മെച്ചിന്റെ മെച്ചി ഈ ഒരു 3 സാധനങ്ങളെ മേടിച്ചുള്ളൂ. വെരി പുവർ ഗേൾ. എല്ലാം നാളെ പോകുമ്പോ പൊട്ടിക്കൊന്നു തോന്നുന്നു. മെച്ചിനെ മേടിക്കാൻ കുറച്ചുണ്ടായിരുന്നു. We suggested her, but she did not. നമ്മളും ബാഗ് ഞാൻ പറഞ്ഞ സോൺ കേക്ക്. ഓക്കെ. ഇത് ഈ ഒരു സ്കേർട്ട് വെച്ച് മേടിച്ചൊരു അവർക്ക് കൺഫ്യൂസ് ആവാനുള്ള റീസൺ ഉണ്ട്. ബിക്കോസ് സെയിം മോഡൽ. അത് ഞാൻ മേടിക്കാന്ന് വിചാരിച്ചു അങ്ങനത്തെ സ്കേർട്ട്. പക്ഷെ പിന്നെ പൈസ കൊടുക്കുമ്പോ നമ്മൾ കുറച്ച് ഇത് സോണ ഭംഗിയുണ്ടാവും. ഇതിന് പറ്റിയ ഷർട്ട് കിട്ടില്ല. ടുമാറോ പറ്റൂല. അതിട്ട് നമുക്ക് കാണിക്കണം കേട്ടാ. നെക്സ്റ്റ് വെച്ച് കാണിച്ചത് ഈ ബാഗ്. പിന്നെ പ്രാവശ്യം പറഞ്ഞു ഞാൻ മേടിച്ചായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ നമുക്ക് മേടിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ നമ്മുടെ കൂടെ മേടിക്കാതിരിക്കുമ്പോ ഐ വാസ് ലൈക്ക് അറിയാണ്ടാ മേടിക്കാത്ത അല്ലെങ്കിൽ വേണ്ടേ ഒന്ന് അങ്ങനത്തെ എനിക്ക് ടെൻഷനായി. അപ്പൊ ഞാൻ മേടിക്കുന്നു പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് മേടിച്ചു. ബാഗ് മടുക്കി ഇങ്ങനെ കാണുമ്പോ ഒരു രസം തോന്നില്ല. അതൊക്കെ ഇടുമ്പോഴാ രസം. അത് ഇടുമ്പോ ഭയങ്കര ഇങ്ങനെ എസ്തെറ്റിക് പിൻട്രസ്റ്റി ടൈപ്പ്. അത് കണ്ടിട്ടല്ല നമ്മ മേടിച്ചു. ഞാൻ കൊറേ ചാൻസ് മേടിച്ചു. ഇതിങ്ങനെ സുനുടെ ബാഗിനേക്കാളും പൈസ അതിനായി ചാൻസിനായി. ഇത് ഫില്ലാകുമ്പോഴേ നല്ല രസം ഉണ്ടാവും. സോനു പിന്നെ മെയിൻ ബാഗിന്റെ ആളാ. ഇതല്ലേ ഫ്രണ്ട്? ഓക്കെ. ഇതൊരു ബാഗ്. ഇതില് ഫുൾ അവിടെ ഇവിടെയൊക്കെ ഫുൾ എന്നല്ല, മീൻസ് അവിടെ ഇവിടെയൊക്കെ ജസ്റ്റ് ചാൻസ്. ലെറ്റ്സ് ഫിക്സ് ഇറ്റ് ആൻഡ് ഷോ ഇട്ട്. ഓക്കെ അല്ലേ? അവിടെ വെച്ച് നോക്കി കുറച്ച് വൈഡ് ആയിട്ട് അല്ലേ. ഇങ്ങനത്തെ ഒരു ഡെനിം, അതില് ഫ്ലവർ പോലെ പ്രിന്റ് ഉള്ള ഒരു ബാഗ്. ഒരു ബാഗ് അതിലൊക്കെ ചാൻസ് ഇട്ടാലോ? ഇടാം. ഓക്കെ. ഇവിടെ ഉണ്ട് ചാൻസ്, ഫുൾ ചാൻസ്.
ഓൾ ദിസ് ഈ ബാഗിനാ? ആ ഇപ്പൊ എനിക്ക് സന്തോഷായിട്ടാ സോനയുടെ ബാഗ് കണ്ടിട്ട്. ഇതെങ്ങനെ മേടിച്ചത്? ഞാൻ മേടിച്ചില്ല. അപ്പൊ ഇങ്ങനത്തെ എനിക്ക് മേടിച്ചില്ല. കാശ്മീരിന്റെ മോഡലിന് ചെലപ്പോ ഉണ്ടാവില്ല. എന്റെ ഉണ്ട്. ഞാൻ ബോബോ കാണിച്ചത്. ഇവർ ബാഗ് മേടിക്കുമ്പോ ഞാൻ പുറത്തായിരുന്നു എപ്പോഴും പിടിച്ചോട്ടിയിലേക്ക് ഞാൻ മേടിച്ചത്. കാശ്മീരിന്റെ മോഡലിനില്ലായിരുന്നല്ലോ, അപ്പൊ നമുക്ക് പെട്ടെന്ന് കത്തിയില്ലായിരിക്കും. അല്ല കാശ്മീരി ചെലപ്പോ മേടിച്ചിട്ടുണ്ടാവും, പറയാൻ പറ്റില്ല. മേടിച്ചിട്ടുണ്ടാവും ചെലപ്പോ. എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതും പിങ്ക് കളർ. വൈ 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 പിങ്ക് എന്തിനാ? അയ്യോ ഒരാടെ പറഞ്ഞല്ലേ ഫോട്ടോ എടുത്ത് വെക്കാന്ന്. ഇത് ഇവിടെ അല്ലേ? അല്ല ഇവിടെയാണോ? ഇവിടെ അതിട്ടപ്പോ തന്നെ നോക്കേ. ഇനി കൊറേ ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഇതെനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നല്ല സോനു. ആ അവിടെ തന്നെ ഇട്. എവിടെയാണ്? ആ ഇത് ഇങ്ങനെ ഇടാല്ലേ? ഇതില് കണക്ട് ഇങ്ങനെ കണക്ട് ചെയ്യാല്ലേ? Yay! Cutie, cutie, cutie. Nice. Yes, so I like gift. Cute. So cute. എല്ലാം ഒരു നെക്സ്റ്റ് ആവുമ്പോ എനിക്കൊരു ഈ ഒരു ക്യൂട്ട് എല്ലാം ഹാങ്ങിങ് പിൻസ്. അല്ലല്ല പിന്നുണ്ട്. ഞാനിപ്പോ ഇത് തീർക്കണാണ് ഫസ്റ്റ്. ഇത് ചിലത് എന്റെ സോണിൽ കയറി പോയിട്ടുണ്ട്. ഇനി ഡെനിം ടോപ്സ് ആണ് അടിപൊളി. ഇല്ലേ വൈറ്റ് ടോപ്പ് ഇടണം, അടിപൊളി പിൻ ചെയ്യണം. ഇത് നമുക്ക് ഇവിടെ പിൻ ചെയ്യട്ടെ. ഇവിടെയാണ് മറ്റു മോഡലിലും പിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. നമുക്ക് ഡ്രസ്സിലും ചെയ്യാല്ലേ ഇത് സുനു? ഡ്രസ്സിലും കൂടെ ചെയ്യാം ഇത്. ഓക്കെ അല്ലേ? നേരല്ലേ? അല്ലെങ്കിൽ താഴ്ന്നു കുറച്ചുകൂടെ മേലെ ഇടണോ? ഇവിടെയാ? ഇവിടെ ഇടാം. കൊറേ താഴെ ഇടണ്ട നമുക്ക്. മ്യൂട്ട് സൗണ്ട് മ്യൂട്ട്. ഇവിടെ ഇടാല്ലേ? മ്യൂട്ട് ആക്കിക്കോട്ടാ. ഓക്കെ ഓക്കെ അല്ലേ? ഇനി വരാനുണ്ട് സാധനങ്ങൾ. ഇനി 3 പിൻ. യെല്ലോ ഇട്ടിട്ടുള്ളത് ഞാൻ സോണ് ഇല്ലെങ്കിൽ യെല്ലോ ഇല്ലെങ്കിൽ ഈ ബാഗ് തന്നെ സോണ് കളയുന്നാണ് പറഞ്ഞത്. ഇവിടെ കുത്തണോ? അങ്ങനെ ഇനി ഇനി 2 കൂടി ഉണ്ട്. ഇത് 2 ഫ്ലവേഴ്സ് അല്ലേ? ഇങ്ങനെയാ? ലുക്ക് ക്യൂട്ട്. കയ്യില് കുത്തുന്നുണ്ട് ഞാൻ. ഇവിടെ അല്ലേ? അല്ലെ ഇവിടെ കുറച്ചുകൂടെ അത് രണ്ടും കൂടെ കൂട്ടി മുട്ടരുത് അങ്ങനെ അധികം. ഇതിനെ പിന്നെ അത്ര ദൂരാക്കി കുത്തണ്ട. കുത്തിക്ക് പിന്നെ ഓടിയാൻ പോണ പോലെ ഇരിക്കുക. പിന്നിട്ടതിന്റെ സൈഡിൽ നിന്ന് വേണം കേട്ടാ. ഞാൻ ചെയ്യണോ? പിന്നെ കുറച്ച് വീക്ക് ആയിരിക്കും. അത് കൂട്ടി മുട്ടും. അത് ഞാൻ പിന്നെ പറഞ്ഞേ കുറച്ചൊന്ന് ഗ്യാപ്പ് ഇടണമല്ല. അതാകുമ്പോ നേരെ നിൽക്കുമ്പോ അറ്റം പിന്നെ കുത്തുന്ന സൂക്ഷിക്കണം, ഇതല്ലേ കൈ കുത്തും. പക്ഷേ ഈ ഒരു പോലത്തെ സാധനത്തിന് പിന്നെ ഭയങ്കര ഇതായിരിക്കും. നമ്മള് 2 പേരും കൂടെ ഇടണം. പൊളിയായി എല്ലാം. നെക്സ്റ്റ് ഈ ഒരു ക്യൂട്ട് ക്ലൗഡ് കണ്ടുണ്ടോ? ചെറുതായി. അവിടെയല്ലേ? പിന്നെ ഉണ്ടത് കുത്തണോ? എന്റെ കയ്യിൽ കുത്തിയേക്കരുത്. എവിടെയാണോ? കുറച്ച് മേളിൽ. ഇവിടെ നമ്മളൊരു വ്ളോഗില് ബേബിയുടെ വ്ളോഗില് ജസ്റ്റ് ഹാവ് ഷോൺ യു ഒരു 30% കാണിച്ചിട്ടുണ്ടാവും. മേ ബി നോട്ട് 30.
കൊറേ അധികം ഉണ്ട് guys. ഇവിടെ ഒക്കെ അല്ലേ വ്ലോഗ് ചെയ്യാതെ പോയ തകർക്കും. ആ ശരിയാ, വീഡിയോനൊക്കെ നേർക്കുണ്ടായിരുന്നു. അതെ, ഡയറക്റ്റ് കാണാനാ. ഓ ഇനിയൊരു പിങ്ക് ഹാർട്ട്. നല്ല രസോട്ട്. ഇതൊക്കെ ഇവർ സെലക്ട് ചെയ്യുമ്പോ ഞാനില്ല, ബിക്കോസ് എബ് ഇങ്ങനെ ഓടിന് എടുക്കണായിരുന്നു. ക്യൂട്ട് ആയിട്ട ബാഗ് അല്ലേ? ഇതൊക്കെ ഇടുമ്പോഴാണ് രസം. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ബാഗ് മേടിക്കണം ആക്ച്വലി. നെക്സ്റ്റ് നോക്കി ഇവിടെയാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? ഇവിടെ ഇടണോ? അല്ല തിക്കത്ത് ഞാനിപ്പോ പറഞ്ഞല്ലോ, അത് കേട്ടിട്ടില്ല. ബട്ട് സ്റ്റിൽ ഐ വാസ് ഡൂയിങ്. നീ എല്ലാം ക്യൂട്ടായിട്ടാ സോനിന്റെ ബാഗ്. റിഗ്രറ്റ് ആക്കിയാണ് ഇനി ഇത് മേടിച്ചില്ലേ. ഇത് ക്യൂട്ടായിട്ടായി. നമ്മളില്ലേ 3 പേരും ലൈക്ക് നമ്മള് മദേഴ്സ് ആണ് 2 പേര്. ഇത്രയൊക്കെ വയസ്സ് എന്നാലും ലൈക്ക് ക്യൂട്ട് തിങ്സ് എവിടെ കാണും അവിടെ നമ്മൾ ഓടും. നമ്മളങ്ങനെയാ, മനസ്സിലായ? നമുക്കിപ്പോഴും ആ ഒരു ഇത് സീരിയസ്നെസ് ഇല്ല. ഐ മീൻ പിള്ളേർക്കുള്ള സാധനമില്ല നമുക്ക്. നമ്മൾ മേടിച്ചിരിക്കും. അതാണ് നമ്മൾ. സുനീനും ആ ചടങ്ങിലാണ്. കഴിഞ്ഞില്ലേ ഉമ്മച്ചിയുടെ? കഴിഞ്ഞല്ലേ എല്ലാം? അതെന്തറിയോ, അത്ര ദൂരം പിടിക്കരുത് കേട്ടോ. പിന്നെ അടുത്ത് കുത്തിയാലും നമുക്ക് ഇതാവൂലേ. സെന്റർ വേണോ? സെന്ററിലല്ലേ ഭംഗി? ഇവിടെ അല്ലേ? അർജന്റ് ആക്കാൻ പാടില്ല കേട്ടോ. ഇത് കൈ കയറും. അങ്ങനെയാണല്ലോ. പിന്നെ അങ്ങനെയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കുത്തണേ താഴ്ത്തോട്ട് കുത്തല്ലേ? ഇങ്ങനല്ല. ബുദ്ധി പിള്ളേര് ബുദ്ധി കണ്ടിട്ടില്ല. ക്യാമറയില് ഇതിന്റെ ഒരു ഭംഗി മനസ്സിലാവും. റിയൽ ആയിട്ട് വേറെ സാധനം സാധനങ്ങൾ ഉള്ളവരാക്കി നല്ലുണ്ട് ആക്ച്വലി. ഇപ്പൊ കുറച്ച് ഓക്കേട്ടാ. അത് മാറ്റാം നമുക്ക് വേണമെങ്കിൽ. നമുക്ക് ഈ സൈഡിലും ഇട്ടെടുക്കണം. ഈ സൈഡിലാക്കാം. പിന്നാക്കാം. നമുക്ക് അടുത്ത ഐറ്റംസ് കാണിക്കാലോ. ഇതിപ്പോ 2 ഐറ്റം തന്നെ ആയി 14 മിനിറ്റ്. ഓക്കെ, മച്ചീന്റെ കയ്യില് എന്റെയോ പിന്നെ കുറച്ച് ഐറ്റംസ് കൂടുതൽ ഇല്ല കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് വേണ്ടിയല്ല കൊറേ മേടിച്ചതാണ്. എല്ലാവർക്കും എനിക്ക് ഞാൻ മേടിച്ച ക്ലിപ്പ് ഇവിടെ ഇല്ലല്ലോ, കുത്തായിരുന്നു. ആ വൈബ് അങ്ങനെയല്ല, പക്ഷെ ഒന്ന് ട്രൈ നോക്കെ. ഓക്കെ ഒന്ന് ഞാൻ സെലക്ട് ആക്കിയാണ്. പറയണം പ്രത്യേകിച്ചു. ഓക്കെ, മച്ചിന്റെ ക്ലിപ്പ് കാണിച്ചില്ലേ ചെറുത്? അതിന്റെ വലിയ നമുക്ക് കുറച്ച് മുടി ആയതുകൊണ്ട് അതിന്റെ വലിയ OG ഇത് ക്ലിപ്പ്. അപ്പൊ ഉമ്മച്ചിരി ഡൂപ്പാ, അതായത് റിയൽ സൈസ് റിയൽ അങ്ങനത്തെ ഈ ഒരു ക്ലിപ്പ്. അത് ക്യാമറയിൽ കാണാനെക്കാട്ടും കുറച്ചുകൂടി ഇങ്ങനെ ഷൈനി ഗ്ലോസി ടൈപ്പ്. ആൻഡ് ഈ ഒരു പ്രിറ്റി ആയിട്ടുള്ള കളർ ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ ഇത് കോമൺ ആയിട്ടുള്ള ഒരു തിങ് ആണ്, ഒരു ഫ്ലവർ. രണ്ടും നല്ല രസമായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. എനിക്ക് പലതും ഞാൻ മേടിച്ചതിനേക്കാളും എനിക്ക് സുനു മേടിച്ചത് ഇഷ്ടം. ബിക്കോസ് ഞാൻ സമാധാനത്തിൽ അവൾക്ക് സെലക്ട് ചെയ്യും. എനിക്കാണെങ്കിൽ ഞാൻ വെപ്രാളം പിടിച്ചിട്ട് എടുക്കും പെട്ടെന്ന്, ലേറ്റ് ആവാണ്ട് എല്ലാവർക്കും പറഞ്ഞു. നമ്മൾ ഏതാണ്ട് എല്ലാം സെയിം മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കാം നമുക്ക്. ഇതിലാണല്ലോ എവിടെ വെച്ചത്? ഓക്കെ സെറ്റ്. സുനു ഒട്ടൽ 100 കവർ എവിടെ?
ഒന്ന് കണ്ട ഇതാണോ ഇത്? ആ അതില് അതോടെ ഓക്കെ 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 ഞാൻ കയ്യിൽ കാണിച്ചതാ, കാണിച്ചു കൊടുക്ക. ഫസ്റ്റ് ഇതാണ് ഫസ്റ്റ് ഈ ഒരു നെക്ക് പീസ്, നല്ല മാല. ഇതൊരു വെസ്റ്റേൺ വെയറിനൊക്കെ ഇടാൻ പറ്റും നല്ലൊരു അങ്ങനത്തെ ഒരു. ഇതിന്റെ കൂടെ വേണമെങ്കിൽ ഇറ്റ്സ് ക്യൂട്ട് ആക്ച്വലി. ഈ ഒരു യെല്ലോ സ്മൈലിന്റെ ഇത്, പിന്നെ വൈറ്റ് പേൾ ടൈപ്പ്, ഇവിടെ ഹാർട്ട്. ഡാഡ സെലക്റ്റഡ് ആയി, ഡാഡിന് ഇഷ്ടമായിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ബോ പോലെ തന്നെ ഒരു സിമ്പിൾ നെക്ക് പീസ്. വൈറ്റ് ടോപ്പിന്റെ ഒക്കെ കൂടി ഇടണം. കൊള്ളാം, നല്ല എന്നിട്ട് എനിക്ക് ബോ ഇഷ്ടമാണ്. ഓക്കെ ആക്ച്വലി. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ഇയറിംഗിന്റെ സെറ്റ്. 3 ഇയറിംഗ് ഉണ്ട് ഇതില്. ഇപ്പൊ ചെറുത് എപ്പോഴും ചെറുത് അതിനേക്കാളും കുറച്ചുകൂടെ വലുത്. പിന്നെ ഇത് വേറൊരു കളർ, സെയിം ഇത് തന്നെ, ഒരു ഗോൾഡ്. ഭംഗിയുണ്ടാവും നിനക്ക്. നൈസ്. സ്റ്റഡ് പാവങ്ങൾ ഒരു സെറ്റ് മേടിച്ചുള്ളൂ, നമ്മൾ കുറെ ഫുൾ കട മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഇനി 3 റിംഗ്. 3 rings കാണിച്ചു കൊടുക്കും. ഇട്ടാണിച്ചെടുക്കണോ? അയ്യാ, ദാറ്റ്സ് ബെറ്റർ. ഇതാലേ ഈ ഗോൾഡൊക്കെ ഇങ്ങോട്ട് ഇട്ടോ. ഡാഡ പറയണായിരുന്നേ, ബേബി പറയണായിരുന്നേ ഇതൊക്കെ നമ്മൾ കയ്യിലിട്ട് നോക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ ഗോൾഡ് എടുത്ത് കൊടുക്കരുത് കേട്ടാന്ന്. അപ്പൊ ഞാൻ ഗോൾഡൊക്കെ ഈ കയ്യിലിട്ട്, ഈ കയ്യിലായിരുന്നു ഞാൻ ട്രൈ ചെയ്തോണ്ടിരുന്നത്. റംഗച്ചേറ്റ് റംഗല്ലി ഇതെവിടെ ഇട്ട്? ഇത് ഇവിടെ ഇടാലേ. ആക്ച്വലി അങ്ങനത്തെ റിംഗ് ഫിംഗർ റിംഗിലാണ്, ഫിംഗർ റിംഗ് ഫിംഗറിലാണ് ഇടുന്നത്. ഈ ഒരു ഓർഡർ തന്നെ പോരെ? ഹാർട്ട് അങ്ങോട്ടാണോ ഹാർട്ട് ഇങ്ങോട്ടാണോ? അത് കുഴപ്പമില്ല. ഇങ്ങനെ കാണിച്ച ഇങ്ങനെയാണെങ്കിൽ ഹാർട്ട് മറ്റു പോലെ ഇടണ്ടേ? ക്യൂട്ട് വൺ, നൈസ്, നല്ലുണ്ട്. ഞാൻ മേടിച്ചിട്ടുണ്ട്. ഐ ടോൾഡ് യു ടു ബൈ ദാറ്റ്. ഇത് ഫുൾ റോസ് ഗോൾഡാണ്. അതുകൊണ്ട് സോന മേടിച്ചില്ല, സോന പറ്റൂല റോസ് ഗോൾഡ്. ആർട്ടിഫിഷ്യൽ തിങ്സ് പറ്റൂല. ഇയറിംഗ് പോലും ഗോൾഡ് മാത്രം സോന ഫുൾ. ഓക്കെ, നെക്സ്റ്റ് ജസ്റ്റ് ഇതിലിട്ടിട്ട് തുടങ്ങാം, അല്ലെങ്കിൽ അത് കാണില്ല. ഗേൾസ് ആ മാർക്കറ്റിനൊക്കെ പോകണം, കുറെ സാധനം മേടിക്കണം. നമ്മളൊക്കെ മേടിച്ചതൊന്നുമല്ല, ജസ്റ്റ് 0.5%. ഒന്നാമത് എബ്രു വാസ് ക്രൈം, പിന്നെ വലിയ തിരക്ക് പോലെ ഫീൽ ചെയ്യും. നമ്മളിങ്ങനെ പീസ്ഫുൾ ആയിട്ട് പോകണം, അതാണ് രസം. വ്ലോഗും റീൽസും സ്റ്റോറീസും ഒന്നും ഇല്ലാതെ എല്ലാം മറന്നിട്ട് വേണം പോകാൻ. ബട്ട് വി വോണ്ട് യു ടു സീ എല്ലാം, അതുകൊണ്ടൊക്കെയാണ്. തുറന്ന് കാണിക്കണോ? സാധനം എടുത്ത് കാണിക്കാല്ലേ. നെക്സ്റ്റ് സ്റ്റിക്ക് ഓൺ നെയിൽസ് ആണ്. എടുത്ത് കാണിക്കും. തന്നിട്ടുണ്ടത് മിനി ഫയല് ഗ്ലൂ തന്നിട്ടുണ്ട് ഒട്ടിക്കാൻ. ക്യൂട്ട്. ഇവക്ക് മേടിക്കാൻ പോയിട്ട് ഇതിൽ എന്നെ പെടുത്തി ഗൈസ് ഇവള്. എനിക്ക് കണ്ടതൊക്കെ വേണമെന്ന് തോന്നിപ്പോയി. എന്ത് ക്യൂട്ടാണല്ലേ ഇതൊക്കെ. നോക്കി ബോ ക്യൂട്ട്. അതിനുള്ള ഗ്ലൂവും ഫൈലറൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അത് ആദ്യം തന്നിട്ടില്ലായിരുന്നല്ലോ, ബോക്സിലില്ലായിരുന്നല്ലോ. തിങ്കിങ് ഇത് ഇങ്ങനെ ഒട്ടിക്കും. നമ്മൾ ഫസ്റ്റ് ടൈം ആണ് സ്റ്റിക്ക് ഓൺ നെയിൽസ് എടുക്കണത്. സുനുവിന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കണമെന്നായിരുന്നു ആഗ്രഹം, കുറെ കാലത്തിന്റെ ആഗ്രഹം. പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. ഡയറക്റ്റ് ആയിട്ട് ചെയ്യണം, പക്ഷെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് കേൾക്കണ്ട ഗൈസ് നിങ്ങൾക്ക്. ആള് പിന്നെ ഫുൾ ഒരു ചിൽ മൂഡിലായതുകൊണ്ട് നമ്മൾ വിളിച്ചില്ല, അവിടെ റിലാക്സ് ചെയ്തോണ്ടിരിക്കട്ടെ. എന്നിട്ട് എന്റെ കാണിച്ചു. നെക്സ്റ്റ് ഈ ഒരു സ്കേർട്ട് എന്തോ പറഞ്ഞില്ല, എന്തോ പറഞ്ഞു മറന്നു. മറ്റേ വലുതാക്കി എന്ത് ടൈപ്പിലൂടെ റാപ്പറുണ്ട്. റാപ്പറോൺ സ്കേർട്ടാണ്.
മുണ്ട് പിടിച്ചു. അവര് കെട്ടി വെക്കുമ്പോ കറക്റ്റ് ഭംഗിയുണ്ടായിരുന്നു. ഇതിപ്പോ അവര് ഭയങ്കര സ്ലിം ആയിട്ടായിരുന്നു കെട്ടി വെച്ചത്. അപ്പൊ സുന്നു ഇത് നമുക്ക് പറ്റോ, ഭയങ്കര കോല് പോലെ ഉണ്ടല്ലോ. അവര് ഇതിങ്ങനെ എന്തോന്ന് അതറിയാം, ജസ്റ്റ് കൊടുത്താ മതി. ഷോർട്ട് ചെറുതാക്ക അങ്ങനെയൊക്കെ ആക്കാം. ഇങ്ങനത്തെ ഒരു സ്കേർട്ട് സോനു ഇടാട്ടോ, സോനു റൗണ്ട് ചുറ്റിയാ മതി. ഒരു പിന്നെ ഇതിന് ഒരു വൈറ്റ് ടോപ്പ് നാളെ മേടിക്കണം. അത് പോയേത്തോ ഇതിന് നാളെ വൈറ്റ് വൈറ്റ് ടോപ്പ് ഇമാജിനേഷൻ ചെയ്തു ഞാൻ. ഓ വൈറ്റ് ആയിട്ട് എനിക്ക് ഓർമ്മയുണ്ടാ. ഇതിന് ബട്ടൺ ഫിറ്റ് ചെയ്തിട്ട് ഇടാനും പറ്റും. പക്ഷെ ഇതിനെല്ലാത്തിനും കയറ്റിക്കൊണ്ടിരിക്കൂ. പണ്ടത്തെ മോഡലാണ് പറയണേ കൈസ്. പണ്ട് പക്ഷെ ഇതാണ് മറ്റേ ആനയുടെ ഒക്കെ പ്രിന്റില്, മറ്റേ ഒരു രാജസ്ഥാനി പ്രിന്റ് തന്ന സിനിമ കാണിച്ചത്. എന്നെ കാണിക്കണ്ട, ഞാൻ കാണിച്ചത്. അപ്പത്തേക്ക് നിങ്ങൾ വർത്താനം കൊച്ചു വർത്താനം കൊച്ചു. അയ്യോ പറ്റൂല, എന്റെ വയറ് ഈ ഷോ നമുക്ക് മാത്രം എന്റെ വയറ് ഓട്ടോയുടെ അയ്യോ ഓട്ടോ സോനു ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ള ഓട്ട ഫുള്ളുണ്ട്. ഓപ്പൺ മോഡൽ സ്കേർട്ടായി ഗൈസ്. എനിക്ക് വയറുള്ളതുകൊണ്ട് നമുക്ക് പറ്റുമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ലായിരിക്കും. വയറാണ് പ്രശ്നം. ഓ ഇത് എത്തിക്കാനായിട്ട് എത്തണ്ടേ, ഈ ഓട്ടയും കൂടി ഇട്ട് നമുക്ക് പിന്നെ ബാഗ്. ഓക്കെ, എന്റെ ബാഗിന് ഇത് ഫസ്റ്റ് ഒന്നുമില്ലാണ്ടാണ് സിമ്പിൾ ഒരുമാതിരി ഉണ്ട് ചെറുതായിട്ട്. എന്നാലും ഇതാണ് എന്റെ ബാഗ്. ബാഗ് BAG ബാഗ്. കമ്പസ് സൈഡ് സ്ലിറ്റ് ഇപ്പോഴും അത് കേൾക്കണ പോലെ തോന്നും ഗൈസ്. നമുക്ക് കേൾക്കണ പോലെ തോന്നുക. The charge is 18%. Suno, you have to be fast. ഈ ഷോ കൊണ്ട് ഞാൻ കാണിക്കാൻ പറ്റുള്ളൂ ഗൈസ്. സ്റ്റിച്ച് ഈസി. എന്താ ഉള്ളിന്നൊന്ന് വെക്കണം. തുണി എടുത്ത് ഇതുപോലെയൊക്കെ തയ്പ്പിച്ചാല് ശോഭയിരിക്കും. പറഞ്ഞാലേ ഉള്ളൂ. നല്ല സ്പേസ് ഉണ്ട് ഈ ബാഗിന്. എടി നീ പറഞ്ഞില്ലേ സെറ്റ് ആക്കാതെ ഭയങ്കര സിമ്പിൾ ആയിട്ട് സെറ്റ് ആക്കാതെ ഒരു വേറെ ഫീൽ ഉണ്ട് കേട്ടോ. കുറച്ച് ക്ലാസ് ലുക്ക് ഉണ്ട്. സെറ്റ് ആക്കിട്ടാകുമ്പോ ക്യൂട്ട് ലുക്ക് ആയിരിക്കും. ഇതിങ്ങനെ വെസ്റ്റേൺ നല്ല ഭംഗിയായിരിക്കും ഇങ്ങനെ ഇടാനോ, അല്ലെങ്കിൽ ഇങ്ങനെ സംതിങ് അങ്ങനെ ഇട്ടപ്പോ ഭംഗിയുണ്ട്. അപ്പൊ ഇതിന് നമുക്കിങ്ങനെ സെറ്റ് ആക്കിയാലോ. ഞാനാന്ന് തോന്നുന്നു കൊറേ ചാൻസ് മേടിച്ചത്. സെറ്റ് ആക്കിട്ട് കാണിച്ചു കൊടുക്കാം നമുക്ക്. ബിക്കോസ് വി ഡോണ്ട് ഹാവ് ചാർജ് ഗൈസ്. സെറ്റ് ആക്കിട്ട് കാണിച്ചു. യെസ്, അങ്ങനെ സുനുടെ ബാഗ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ആക്ച്വലി ഇത് ക്യാമറത്തെക്കാളും റിയൽ ആയിട്ട് കേട്ടോ ഇതൊക്കെ കാണാൻ ഭംഗി. നല്ല രസമാണ് റിയൽ ആയിട്ട്. ഇത് എനിക്ക് ഇഷ്ടമായി. കറക്റ്റ് ഇൻട്രസ്റ്റ് ബോ കേട്ട് പിങ്ക് ബോ. ഓക്കെ സെറ്റ്. സോ അവിടെ നമ്മൾ സുനു മോളുടേത് വൈൻഡ് അപ്പ് ചെയ്തിരിക്കുന്നു ഗായ്സ്. ഇനി എൻഡിലോട്ട് പോവാം. ഇതെന്താണ് വെട്ടി മാറ്റി പോകണം. ഓക്കെ ഓക്കെ, ഇനി ഞാൻ എൻ്റെ ഐറ്റംസ് കാണിച്ചു തരാം. ആക്ച്വലി ഞാനിത് കട്ടാക്കിയത് നന്നായി കേട്ടോ. ഇവളൊരു 1 മണിക്കൂർ എടുത്ത് ഗൈസ് സെറ്റാക്കാൻ വേണ്ടി. ഞാൻ ഉറക്കം തൂങ്ങണായിരുന്നു ഇവിടെ. 1 മണിക്കൂർ എടുത്ത് പെണ്ണ്. അപ്പോൾ ആദ്യം ഞാൻ ആക്ച്വലി ബേബി കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ആക്കി തന്നെ കാണിക്കാം. കുറച്ചല്ല, 1-2 ഐറ്റംസ്. ഒരു ടീഷർട്ട്. ഇത് ബേബിയുടെ ഒന്നും നിങ്ങൾ കാണും ഗൈസ്. ചിലപ്പോൾ ബേബി വേറെ ബ്ലോഗിൽ കാണിച്ചാലോ, വെറുതെ ഞാൻ വർക്ക് കേൾക്കണ്ടേ. അപ്പോൾ അതൊരു ടീഷർട്ട് ബേബി മേടിച്ചു. ഞാൻ ടപ്പ വേഗം കാണിക്കാം കേട്ടോ. ഉറക്കം വന്നിട്ട് എനിക്ക് 4 മണിയാവാറായിട്ട് ഇവിടെ 1 മണിക്കൂർ. അപ്പോൾ അത് ബേബി മേടിച്ച ഒരു ടീഷർട്ടാണ്. ബേബി ഒരു ജാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. എപ്പോഴും ജാക്കറ്റ് മേടിക്കും, ഇടുന്നത് കാണുന്നില്ല ഗൈസ്.
എല്ലാം അലമാരി കൊണ്ടേ വെക്കും. അലക്ഷ്യ പോയപ്പോഴും ജാക്കറ്റ് മേടിച്ച് അലമാരി കൊണ്ടേ വെച്ച്. ഇതിട്ട് എന്റെ വോയിസ് ഒക്കെ ഫുൾ ചേഞ്ച് ആയിട്ടാ. അവസാനം മഷൂം സുനും ഇട്ടുണ്ട് നടക്കണം. ആ ഫേവറേറ്റ് ടീഷർട്ടും അങ്ങനെ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കണം കാണാം. ഓക്കെ ഓക്കെ ഓക്കെ. എനിക്ക് ആണുങ്ങളുടെ ഐറ്റംസ് കാണിക്കാൻ അത്ര ഒരു ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് പെട്ടെന്ന് കാണിച്ച് ഞാൻ തീർത്ത്. അടുത്ത മൈ സ്കേർട്ട്. ഓക്കെ, ഞാൻ ഓപ്പൺ ചെയ്യണില്ല കേട്ടോ. സെയിം സുഖം മേടിച്ചത് റാപ്പ് ചെയ്യണതായിട്ട് തന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ്. സുഖത്തെ കുറച്ച് വലുതുണ്ടെന്ന് തോന്നുന്നു. സോ അതൊരു ഇത് അങ്ങനെ കളർ ഡിഫറൻസ് ആയിട്ട് അങ്ങനെ തോന്നുന്നത് സെയിം ആണ്, പക്ഷെ അതില് ഇത് ഔട്ട്ലൈൻ കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ഫ്ലവർ. I bought 3 t-shirts for my brother. മഷത്തിന് വേണ്ടി I'll show you. സെലക്ട് ചെയ്തത് ബേബിയാണ്, മണി കൊടുത്ത ഞാനത് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ വൈബ്രൻസ് കളർ ഇടാറില്ല, പക്ഷെ ഞാൻ ഇടിപ്പിക്കും അവനെ. അപ്പോൾ 1 ടീഷർട്ട് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ഈ പ്രാവശ്യം ഞാൻ അവർക്കൊക്കെ മേടിച്ചത്. അടുത്തതൊരു ബ്ലാക്ക് ടീഷർട്ട്. ഐ ഹോപ്പ് യു ലൈക്ക് ഇറ്റ് അല്ലേ? ഇറ്റ്സ് ക്യൂട്ട് ആക്ച്വലി. അത് ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇടുന്ന ആളാണ്, അപ്പോൾ നമുക്ക് കുറച്ച് അവനെ കളറാക്കാം, കളർഫുൾ ആക്കാം. ആൻഡ് 1 more ടീഷർട്ട്. കൊള്ളാട്ടോ, മെറ്റീരിയലും കൊള്ളാം അത്യാവശ്യം. For 3 I gave 500 baht I guess. ഒരെണ്ണം മേടിക്കണമെങ്കിൽ 300 ഒന്നോന്ന് പറഞ്ഞു, 300 200 എന്ന് പറഞ്ഞു. 3 മേടിച്ചു 500 baht. അപ്പോൾ നാട്ടിലത്തെ 1500. ഒരു ടീഷർട്ടിന് 500 rupees. ഫൈൻ, ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. നല്ല കട്ടിയുണ്ട്. നല്ലുണ്ട്, ഡിസൈനും കൊള്ളാം. അത് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ല അപ്പം തന്നെ ഞാൻ കൊണ്ടുവരും വീട്ടിലോട്ട് റിട്ടേൺ. എനിക്കൊന്നും സുഖമുണ്ടാവില്ല, അത് ഇഷ്ടപ്പെടുമായിരിക്കും. വാവ്. അപ്പോ അതിൽ തന്നെ എന്തോ ഒരു കവർ ഉണ്ടായിരുന്നു. പപ്പക്ക് ഒരു കീപ്പാണ്. പപ്പക്ക് വേണ്ടി അവിടെ ഒന്നുമില്ല മേടിക്കാൻ, എല്ലാം ഫ്രീക്ക് ഐറ്റംസ് ആണ്. എൻ്റെ പപ്പനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, ഒരു പാവം പപ്പാണ്. അപ്പോൾ പപ്പക്ക് പറ്റിയത് ബേബി കറക്റ്റ് സെലക്ട് ആക്കിയിട്ടുണ്ട്. പപ്പയുടെ കാറിന് ഇടാൻ കൊടുക്കാം കീ ബഞ്ച് കീച്ചൻ. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നമ്മളെല്ലാം ഇല്ലേ എടുത്ത പോലെ തന്നെ വെച്ചാൽ ഇതിനൊരു ബാഗ് മതിയാവും നമുക്ക്. എക്സ്ട്രാ ബാഗ് അല്ലേ? വീഡിയോ തന്നെ നെയിൽ വെക്കാന്ന്, പക്ഷെ ഞാൻ നെയിൽ പോളിഷ് എക്സ്ട്രാ കൊണ്ടുവന്ന, പക്ഷെ റിമൂവർ എടുക്കാൻ പറഞ്ഞു. എല്ലാം അവള് പാക്ക് ചെയ്യുമ്പോ പറയും. ഞാൻ ചോദിച്ചു എല്ലാം എടുത്താ? മഷുമി എവറിത്തിങ് ഈസ് ഡൺ. സുനോ എല്ലാം എടുത്താ? ഞാൻ എല്ലാം എടുത്തു. സെറ്റാണ്. എവിടെ പിന്നെ ഒരു 10 ഐറ്റംസ് നമ്മൾ കൊടുക്കും. നീ അതെടുത്തില്ലല്ലോ ഇതെടുത്തില്ലല്ലോ. ചിലപ്പോ ഞാൻ നാളെ വല്ല നെയിൽ പോളിഷ് കൂറാണെങ്കിൽ മേടിക്കാം. നമ്മള് ഈവൻ പോയിക്കാറില്ല, മേടിക്ക്, നമുക്കത് ഫിക്സ് ആക്കാം, പൊളിക്കാം. അതെന്നെ പോണേനും. ഓക്കെ, അപ്പോ അത് അവർക്കുള്ളതാണ്. പിന്നെ ഇത് ആക്ച്വലി എബുണ് മേടിച്ച, ഇത് ബേബിയാണ് മേടിച്ചത്. എബുണിനും സൈബിന്റെ കാര്യം ബേബിയല്ലേ നോക്കുള്ളൂ. ഇത് എബുണ് മേടിച്ച ടോയ്. ഇത് സോണാണ് സെലക്ട് ചെയ്തത്. സോണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഇതെവിടെ? അതെന്റെ വാച്ചിലുണ്ട്. ഞാൻ വാച്ചിൽ ഹാങ് ആക്കി നടക്കണായിരുന്നു. എബോട്ട് തട്ടിയിടലാണ്. സൈബിന്റെ ടോയ് കൊണ്ടുവന്നേ. ടോയ്സ് കാണിച്ചു തരാം കേട്ടോ. സൈബിൽ ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ടുണ്ട്, കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ. ഞാൻ കാണിച്ചു കൊടുക്കാം. ജൈവ കാണിച്ചു തരും കേട്ടോ. ഞാൻ കാണിച്ചു തരും. ഓക്കെ, കാണിച്ചോളൂ. ഫസ്റ്റ് ഞാൻ തുടങ്ങുന്നത് ഇതില. ഓക്കെ, ഈ സാധനം എനിക്ക് അത്ര അടുത്ത് പോകേണ്ട കാര്യമില്ല. പേരാണെന്ന് ഇതാണ്. പേരറിയാൻ വേണ്ടി അവര് ഇതൊക്കെ കാണാൻ തുടങ്ങണം. അപ്പൊ നിനക്കറിയാം. എനിക്ക് ഞാൻ കാണാറുണ്ട്, പക്ഷെ ഇതാണെങ്കിൽ ഒരു സാധനം വെച്ചിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനെ പോലെ. ഓക്കെ, കാണിച്ചതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഇത് കാണിച്ച് ഇനി ഇതാണ് ഒരു വെപ്പൻസ് ആക്കട്ടെ. വെപ്പൻസ് നോക്കി. ഓക്കെ, തോന്നുന്ന ആള്. ഇതാണ് സ്കെൽറ്റൻ. ആർച്ചറി പിന്നെ ആൾക്കാരനൊക്കെ പോയില്ല, പക്ഷെ
പോയില്ല പോയില്ലാത്ത ആശ്ചര്യം. സ്കെൽട്ടൻ. അടുത്ത ഞാൻ സൈഗുന്റെ അടുത്ത് എപ്പോഴും വെറൈറ്റി ആയിട്ടുള്ള ടോയ്സ് മേടിക്കാൻ വരൂ. സൈഗു ടോയ്സ് മേടിച്ചോന്ന് പറയുമ്പോ തന്നെ അവനൊരു ആക്രാന്തം തുടങ്ങും. എന്ത് പിടിക്കട്ടെ ഏത് പിടിക്കും, കൈക്ക് കിട്ടിയതോന്ന് മേടിച്ചോ. ഇതാണ് ഹീറോ ബ്രെയിൻ. ഹീറോ ബ്രെയിൻ. ഓക്കെ, പിക്കാക്സ് ഒക്കെ ഉണ്ട്. വേറെ ഹീറോ ബ്രെയിനും ഉണ്ട്. അടുത്ത ബർത്ത്ഡേ മൈൻക്രാഫ്റ്റ് ആക്കിയാലോ? അതെ, സെറ്റല്ലേ? ഓക്കെ, ഇനി ഇഷ്ടായോ നിനക്ക് ഈ ടോയ്? അതെ, 4 മണിയാവരെ എന്നിട്ട് കളിച്ചോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വരും, പോയി കിടന്ന് ഉറങ്ങുന്നു, എന്നിട്ടൊരു കുസലില്ല. 340. എന്റെ ഫോണാണ് ഗൈസ്, എന്റെ വാൾപേപ്പർ സെലക്ട് ചെയ്തത് ഞാനല്ല, സുനുവാണ്. ഇതാണ് സോംബി മൈൻക്രാഫ്റ്റ്. എല്ലാം ഉള്ളതാണ്. സൈഗു കമന്റ് ഇടും പിള്ളേര്. എല്ലാം ഹി ജസ്റ്റ് സ്റ്റാർട്ടഡ് വാച്ചിങ് ദിസ്. അപ്പോ കറക്റ്റ് ആയിട്ട് അറിയുമോ? കറക്റ്റ് പറയും. വെപ്പനൊക്കെ ഫിക്സ് ആക്കുന്നുണ്ട് ഗൈസ്. അതാരാ? വെപ്പൻസ് ഒന്ന് പിന്നെ ഫിക്സ് ആക്കാം. അടുത്ത കാണിച്ചു. ഫിക്സ് ആക്കാതെ അവൻ സമ്മതിക്കൂല ഗൈസ്. 2 കയ്യിലുണ്ടാ ഇയാൾക്ക് വെപ്പൻസ്? അതാരാണ് അപ്പൊ? സ്ട്രോങ് ആണല്ലോ. വെപ്പൻസ് ഫിക്സ് ആക്കുമ്പോ നടു ഒടിഞ്ഞിട്ടാ. ഞാൻ ഇതിലൊക്കെ ഇടിച്ച് കാണിച്ചു. ഇതാണ് ഇതാണ് പംകിൻ മാൻ. കത്തി കൊണ്ടിരിക്കാം. ലാസ്റ്റ് എന്റെ ഫേവറേറ്റ് ഡയമണ്ട് ഹീറോ. ഡയമണ്ട് ഹീറോ. ഓക്കെ, അയാൾക്ക് ഉണ്ട് വെപ്പൻസ്. ഇയാൾക്ക് സോറ. അയ്യോ, എന്ത് പറ്റി? ചട്ടൻ കുറച്ച് ആടാം. ഓക്കെ, ഇതാണ് ഹീറോ പ്ലെയിൻ. ഓക്കെ, ഹാപ്പി അല്ലേ അപ്പോ ഈ ടോയില്? നാളെ എത്ര ഉണ്ടെന്ന് പറയട്ടെ? ഓക്കെ. അയ്യോ, ഇവനക്ക് വെപ്പൻ കാണിക്കാൻ പറ്റും. ഇവന്റെ വെപ്പൻ ഇതാ. 1 2 3 4 5 6 ടോയ്സ്. ഓക്കെ, ഞാൻ അവിടെ ക്യാമറ വെക്കട്ടെ സൈബിനി. ഗുഡ്, നന്നായിട്ട് കാണിച്ചട്ടാ. ഓക്കെ, കളിച്ചോ നീ? അവിടെ ഇരുന്ന് കളിച്ചു. ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കളിച്ചു. അപ്പൊ സൈബു ഹാപ്പിയാണ് സൈബുന്റെ ടോയ് കാണിച്ചതിൽ. കുറച്ച് ഞാനും ഹാപ്പി ആവട്ടെ ഗൈസ്. ഇനി എന്റെ അടുത്ത ഐറ്റംസ് കാണിച്ചു തരാം. നെയിൽ കാണിച്ചു തരാം. ഇനി ഗ്ലൂ ഉണ്ടാകുകൊണ്ട് ഇതുണ്ടെന്ന് സുനു കാണിച്ച പോലെ കാണിക്കണ്ടല്ലോ. സുനു ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത് ഞാൻ ആദ്യം മേടിച്ച നെയിൽ വേറെയാണ്. ഞാൻ 2 മേടിച്ചു. ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് മേടിക്കാൻ പോയിട്ട് എനിക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ കണ്ടു പിന്നെ ഞാൻ മേടിക്കും ഗൈസ്. അപ്പൊ ഞാൻ 2 മേടിച്ചു. ഇത് ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ വരുമ്പോൾ ബിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതും ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുത്താണ്. ഞാനൊന്ന് മേടിച്ചു, കാരണം പെട്ടെന്ന് എനിക്കില്ല എല്ലാം നോക്കിയിട്ട് എന്റെ ഇത് ഹാൻഡിന് കളറിന് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ചേർന്നായിട്ട് തോന്നിയില്ല. ഇത് കുഴപ്പമില്ല, അങ്ങനൊന്നും ഇല്ലായിരുന്നു. അവർക്ക് ചേർന്നുണ്ടായിരുന്നു, പക്ഷെ ഷീസ് ഓൾറെഡി വെയറിങ് സംതിങ്. എനിക്ക് ആക്ച്വലി നെയിൽ പോളിഷ് ആയിട്ട് ഇടുമ്പോൾ എനിക്ക് എല്ലാ കളേഴ്സും അത്യാവശ്യം ചേരും. ചേരാത്തത് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഇത് ഇങ്ങനത്തെ നെയിൽസ് നോക്കുമ്പോ എന്തോ പോലെ ഉണ്ടായിരുന്നു. നാളെ മേടിക്കും. പിന്നെ സുനു വേറൊരു ഷേപ്പാണ് മേടിച്ചത്. ഞാനിങ്ങനെ സ്ക്വയർ ടൈപ്പ്, എനിക്ക് ഈ ഒരു ഷേപ്പ് ഇഷ്ടം. ഞാൻ നെയിൽ ഗ്രോ ചെയ്യണമെങ്കിൽ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ ആൽമണ്ട് ആണെന്ന് തോന്നുന്നു ഷേപ്പ്. അങ്ങനെ എന്തോ കുറച്ച് കൂട്ടപ്പൊടി അങ്ങനത്തെ നെയിംസ് ഉണ്ടല്ലോ. വിശക്കാൻ തോന്നിട്ടോ, സംസാരിച്ചിട്ടാന്ന് തോന്നുന്നു. പെട്ടെന്ന് കാണിക്കട്ടെ, നിങ്ങൾ ഇടുമ്പോ ഇത് കണ്ടോ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഡാഡ ഹാർട്ടാണ് സെലക്ട് ആക്കി, പക്ഷേ ഐ കുഡന്റ് ലീവ്. അപ്പോ ഞാൻ ഇത് മേടിച്ചു. അത് മതി എന്ന് പറഞ്ഞു. ഇത് ഡാഡാണ് സെലക്ട് ആക്കി. ഇഷ്ടമായി ബേബി, സ്റ്റാർസ് ഒക്കെ വന്നിട്ടുള്ളത്. എന്നിട്ട് ഇത് ഇടുമ്പോ ഡാഡ് പറയൂ എന്തിനാ ഇതൊക്കെയാണ് ഗോൾഡ് ഇട്ടൂടെ, ഇതൊക്കെ എന്തിനാ കോളൊക്കെ ഇടണേ. പക്ഷെ നമുക്കിത് ഇഷ്ടമല്ല. ഇത് വോയിസ് ഒക്കെ മാറിയത്
ഇതാർക്കാണ് മേടിച്ചത്? Our baby. ഇത് എനിക്ക് ഉള്ളതല്ല, അപ്പൊ ഞാൻ എപ്പോഴും കൊടുക്കൂല കേട്ടോ. കൊള്ളാം. എപ്പോഴാണ് മേടിച്ചത്? ചിലപ്പോൾ ഞാൻ എൻ്റെ സ്വന്തമാക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഞാൻ മമ്മക്ക് 4 rings മേടിച്ചിട്ടുണ്ട്. Got 4 rings because she's mad. റിംഗിൽ മാഡ് എന്ന് പറയുമ്പോൾ പ്രാന്തൊന്നും ശരിക്കും റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. മമ്മ എല്ലാ ഫങ്ഷൻസും ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ റിങ്സ് നല്ല നല്ല ക്യൂട്ട്. ഓ ഇതും മറ്റതല്ലേ? ഇത് കണ്ടില്ലല്ലേ ഹഗ് ചെയ്യണേ? അല്ലല്ല, അല്ല അതേപോലെ ഉണ്ടല്ലോ. 3 കൈ ആർക്കാണ് ഹഗ് ചെയ്യാനുള്ള? അപ്പോ അതൊരെണ്ണം. റിങ്സ് ഞാൻ എന്തിനാ ഓപ്പൺ ആയി ഡീറ്റെയിൽ കാണിക്കാൻ? മിസ് ഞാൻ മമ്മക്ക് കൊടുക്കുമല്ലോ, ഇനി നിങ്ങൾക്ക് വേറെ ബ്ലോഗിലൊന്നും കാണാൻ പറ്റൂല. അതുകൊണ്ട് ഞാൻ എല്ലാം ഇങ്ങനെ കാണിക്കണം. നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ എനിക്ക് മേടിക്കും. ഈ മോഡലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചതല്ല, ഞാൻ സോണിന് ഇഷ്ടപ്പെട്ട് കൊണ്ട് മേടിച്ചു. സോണിന് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് അജിതക്കും മമ്മക്ക് നമ്മൾ സെയിം മേടിച്ചു. അജിതം മമ്മ നമുക്ക് സെയിം ആണല്ലോ. അതുകൊണ്ട് ഞാനും സോണും ഷെയർ ഇട്ടിട്ടാണ് അവർക്കുള്ളതൊക്കെ മേടിക്കണം. അടുത്ത റിങ് ഇതെനിക്കിഷ്ടമായി. ഇത് നമ്മുടെ കൈക്ക് അടിപൊളിയായിരിക്കും. ഞാൻ ഷാലുവിന് റിങ് മേടിക്കാൻ നോക്കുമ്പോൾ ഷാലുടെ സൈസ് ഇല്ല. അവിടെ ഷാലുടെ ഒരുമാതിരി കുഞ്ഞു പിള്ളേരെ കൈയാ. അവർക്ക് കൈക്കും കാലിനും ഒട്ടും ഇതില്ല. നമ്മൾ മാരേജിന് മേടിക്കുമ്പോൾ തന്നെ ഭയങ്കര കുഞ്ഞു സൈസാണ് മേടിച്ചത്. ആ ഒരു സൈസ് ഇവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. നാളെ ചിലപ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് പോകും. അവിടെ കിട്ടുന്നതിന് ഷാലുവിനും മേടിക്കും. ഇതെനിക്കിഷ്ടമായി. ദിസ് ഇസ് റിയലി ഗുഡ്. നല്ലുണ്ട്, നല്ല രസമുണ്ട്. ഓക്കെ, അപ്പോൾ ആ 4 റിങ് മമ്മക്കാണ് മേടിച്ചത്. ഐ ഹോപ്പ് ഷീ ലൈക്ക് ഇറ്റ്. ഇനി അടുത്ത കാണിച്ചു തരാം. വിഷമിട്ടോ അയ്യോ ഗൈസ്, ഇവിടെ ബിരിയാണി ഉണ്ട് കേട്ടോ ഫ്രിഡ്ജിൽ, അതുകൊണ്ട് ആശ്വാസം. പിന്നെ ഞാൻ എപ്പോഴും ഓർഡർ ആക്കിയ സ്റ്റീം റൈസ് ആൻഡ് ദാൽ ഇരിപ്പുണ്ട്, അത് നമുക്ക് കഴിക്കാം. അടുത്തത് എൻ്റെ റിങ്സും എൻ്റെ സ്റ്റഡ് കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റഡിൻ്റെ ഒരു സെറ്റ് കാണിക്കാം. ഇതൊക്കെ ഞാൻ മേടിക്കുമ്പോൾ ഞാൻ സുനു റെക്കമെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഷി വാസ് ടോട്ടലി മെസ്ഡ് അപ്പ്. ഫുൾ മെസ്സായിരുന്നു അവൾ. കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് സോണിന് ഇഷ്ടപ്പെട്ടു. സോൺ ഇപ്പോഴാണ് നമ്മൾ മേടിച്ചത്. ഇപ്പൊ നോക്കിയപ്പോ എനിക്കിത് ഇഷ്ടമായി. ഞാൻ അപ്പൊ അങ്ങനെ ഇതായില്ല, കോൺസെൻട്രേറ്റ് ഇല്ലായിരുന്നു എനിക്ക് കാണിക്കുമ്പോൾ. ക്യൂട്ട് റൈറ്റ്? ഇങ്ങനത്തെ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനിയും എനിക്ക് സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇനിയും മേടിച്ചേനെ. പക്ഷെ എനിക്ക് എന്തൊക്കെയോ തലക്ക് കിളി പോയിരിക്കണായിരുന്നു. ഞാൻ എൻ്റെ സൈസല്ലേ, ഹൈ വരലില്ല മേടിച്ചു. നല്ലതാ ഇങ്ങനത്തെ റിങ്സൊക്കെ. ഗോൾഡ് ഉള്ളതൊക്കെ ഭയങ്കര നൈസ്. ഗോൾഡ് ഉള്ളതൊക്കെ ഭയങ്കര വലുതാണ്, എനിക്കിഷ്ടമല്ല. സിമ്പിൾ ആയിട്ടുള്ളത് കയ്യിലിടുമ്പോൾ നിറച്ചിടാൻ പറ്റും നമുക്ക്. ഹെവി ഫീൽ ചെയ്യില്ല, ബട്ട് ഇറ്റ് ലുക്സ് ക്യൂട്ട്. കഴിഞ്ഞ ലാസ്റ്റ് കവർ ക്ലിപ്സ് മേടിച്ചിട്ടുണ്ട്. ഒരു കൊട്ട ക്ലിപ്സ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. എനിക്ക് മാത്രമല്ല, എനിക്ക് മമ്മക്ക് ഷാലുക്ക്. 1 2. ഈ വൈറ്റ് അല്ലേ നീ ഞാൻ വെക്കാൻ പറഞ്ഞ? ഇത് ഇപ്പൊ കാണിച്ച 2 മഷീനിന്റെ. ഇത് മമ്മക്ക് ഷാലുക്ക് ഇഷ്ടമുള്ളത് അവർ മേടിക്കട്ടെ. ഐ മീൻ അവർ കളർ സെലക്ട് ആക്കട്ടെ. ഓക്കെ. ഓക്കെ, അത് കഴിഞ്ഞു. ആൻഡ് ലാസ്റ്റ് ഫൈനൽ മൈ ബാഗ്. നിങ്ങൾ ഇത് യൂണിഫോം ആണ് ചോദിക്കരുത് കേട്ടോ പ്ലീസ്. എനിക്ക് ഇഷ്ടപ്പെട്ട് മേടിച്ചോ, ഇൻസെക്ട് ആക്കരുത്. ചാൻസ് ഇടുമ്പോൾ അതിന്റെ ഒരു ലുക്ക് അന്ന് ചാൻസ് ഇട്ടൊരു ലുക്ക് കാണാം. അയ്യോ എന്റെ മുഖം കാണില്ല. സോ ക്യൂട്ട്. ഇത് ഉള്ളിൽ കെട്ടാനുള്ളതാ. ഞാൻ പിന്നെ ഒരു ബോ ആക്കിയിട്ട് പുറത്ത് വേറെ സിബൊന്നും ഇല്ലാത്തോണ്ട് ഉള്ളിൽ നമ്മൾ കുറച്ച് സ്റ്റൈലൊക്കെ ആക്ച്വലി കോ ഇൻസിഡന്റ് ആയിട്ട് ഞാനും സുനു സെയിം ആണ് എല്ലാ ചാൻസ് മേടിച്ചുള്ള. ഡാഡി സെലക്ട് ചെയ്ത് പറഞ്ഞാൽ അറിഞ്ഞൂടാ. ക്യൂട്ട് റൈറ്റ്?
അപ്പോ ഇത്രയല്ലേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ സെയിം ഡേ ഇടുന്നതായിരിക്കും ഇത് ഇൻഷാല്ലാ. അപ്പോ യാ ഗൈസ്, അപ്പോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഓ സോറി ഫോർ സ്കിൻ കെയർ, ക്രീമൊക്കെ പറ്റിട്ട്. അപ്പോ ഇന്നത്തെ ഡേ ലേറ്റ് ആയിട്ടാണ് നമ്മൾ തുടങ്ങിയത്. ആക്ച്വലി ഷോപ്പിങ്ങും പുറത്തു പോക്കൊക്കെ എണീറ്റിട്ട് പോണ്ടേ? നമ്മൾ ഉറങ്ങൂലേ മതി, മോളിലോട്ട് എണീറ്റ് പോവാ. അതന്നെ. നാളെ ഷോപ്പിംഗ് ആണ് നമ്മുടെ പ്ലാൻ അല്ലേ? ഉറക്കം കാണാൻ ഞാന് ഫുള്ള് നടക്കണം. അത് കളിക്കുമ്പോ ഇത്ര എനിക്ക് ഉറക്കം വന്നില്ലായിരുന്നു. അല്ല, ആക്ച്വലി നന്നായിട്ട് ഉറങ്ങി എണീച്ച് പോകും. നോട്ട് ഇൻ ദ ഈവനിങ്, ബിഫോർ ദാറ്റ്. 2 മുമ്പ് ഇറങ്ങാമായിരുന്നു. എന്തായാലും ഉറങ്ങാം, അല്ലെങ്കിൽ ടയർഡോ നടക്കാൻ പറ്റും. 11 എണീറ്റാ മതി. ഇവിടെ പിന്നെ ടൈമിങ്സ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കൊണ്ടിട്ട് അത്ര ഇതാണല്ലോ, മനസ്സിലാവല്ലോ. റൂമില് പെട്ടെന്ന് ആണില്ല. ശരിയാ, ജനാലൊക്കെ ഫുൾ ക്ലോസ് ആയതുകൊണ്ട്. സോ ഫുൾ സ്കിൻ കെയറിലാണ് ഗൈസ്. BB ക്രീം തട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ പോയി ഫ്രഷ് ആവണം എവറി എണീക്കാൻ മുമ്പ്. ഉറങ്ങാം, അങ്ങനെ ഉറക്കം വരൂല. അപ്പോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ. ഐ ഹോപ്പ് യു എൻജോയ്. നമ്മളെ പോലത്തെ ഷോപ്പിംഗ് ചെയ്യാനും ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് മേടിക്കാനുള്ള ലേഡീസ് എന്തായാലും ഇത് എൻജോയ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാം. കുറച്ച് നല്ല മനസ്സുള്ള ആൾക്കാർ, അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ നാളെ എന്തായാലും നമുക്ക് മേടിക്കണം. പിന്നെ ഇന്നത്തെ കണക്കൊക്കെ നമുക്ക് ക്ലോസ് ആക്കാം. അപ്പോൾ ദാറ്റ്സ് ദ മെയിൻ തിങ്. അപ്പോൾ എന്തായാലും ഇനി ക്യൂട്ട് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. ബൈ.